എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേകാനന്ദ്. നിഹോൺ കൈരളിയുടെ ഈ വർഷത്തെ ഓണാഘോഷം അതിഗംഭീരമാക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ നാട്ടിൽ നിന്നും ടോക്കിയോയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 12 നടക്കുന്ന ഈ ഒരു ഓണാഘോഷ പരിപാടി അതിഗംഭീരമാവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ആ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഓണം അടിച്ചു പൊളിക്കാം. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ അനൂപ് കോവളം. നിഹോൺ കൈരളി ഓർഗനൈസ് ചെയ്യുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഈ വരുന്ന ഒക്ടോബർ 12 ടോക്കിയോ, ജപ്പാനിൽ വെച്ച് നടക്കുകയാണ്. ഞാനടക്കം ഒത്തിരി നല്ല കലാകാരർ അവിടെ വരുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒത്തിരി നല്ല നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളാരും മിസ് ചെയ്യരുത്. ഈ ഷോയ്ക്ക് നമുക്ക് അവിടെ ഒരുമിച്ച് കാണാം, അടിച്ചു പൊളിക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ആഷിമ മനോജ്. ഉദയ സൂര്യന്റെ നാടായ ജപ്പാനിലെ നമ്മുടെ സ്വന്തം മലയാളി കൂട്ടായ്മയായ നിഹോൺ കൈരളിയുടെ ഈ വർഷത്തെ ഓണാഘോഷം ഈ വരുന്ന ഒക്ടോബർ 12 ടോക്കിയോയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അടങ്ങുന്ന ഒത്തിരി സെലിബ്രിറ്റികൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. സോ സി യു ഓൾ ദെയർ. നമുക്ക് പ്രോഗ്രാം അടിപൊളിയാക്കണം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ കലണ്ടറിൽ മാർക്ക് ചെയ്തോളൂ. ആരും മറക്കണ്ട. ഒക്ടോബർ 12 നമുക്ക് ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കാം. സോ സി യു ഓൾ ദെയർ. ഹലോ, നമസ്കാരം. ഞാൻ പാലക്കാട് മുരളി. നിഹോൺ കൈരളിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ പല കലാകാരന്മാരോടൊപ്പം ഞാനും വരുന്നുണ്ട്. ഒക്ടോബർ 12 നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു അടിപൊളി പ്രോഗ്രാം ആക്കാം. ജപ്പാനിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. ജപ്പാനിലെ മലയാളികളുടെ കൂട്ടായ്മയായ നിഹോൺ കൈരളി 2025 ഒക്ടോബർ മാസം 12 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എത്തുന്നുണ്ട്. ജപ്പാനിൽ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയുമായി ഞാൻ എത്തുന്നത്. ഇവിടുത്തെ ഓണമൊക്കെ കഴിഞ്ഞാലും അവിടെ ഓണമാണല്ലോ. ആ ഓണം ഗംഭീരമാക്കാൻ അവിടെയുള്ള എല്ലാ മലയാളികളുടെയും ഒരു സഹായം അവർക്ക് ആവശ്യമുണ്ട്. എല്ലാവരും നിഹോൺ കൈരളി സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വരിക. ഞാനുണ്ട്, വേറെ കുറച്ച് നല്ല കലാകാരന്മാരുണ്ട്. അവരോടൊപ്പമാണ് ഞാൻ വരുന്നത്. ബാക്കി നമുക്ക് അവിടെ കാണാം. ഒക്ടോബർ 12 ജപ്പാനില്. ഞാൻ ആദ്യമായിട്ട് വരുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. കാണാം.